ഒക്ടോബർ 7 ജപമാല രാജ്ഞി. 13-ാം ശതാബ്ദത്തിൽ വിശുദ്ധ ഡൊമിനിക്കാണ് ജപമാല ഭക്തി ആദ്യം പ്രസംഗിച്ചത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. വളരെ വിപത്കരമായ ആൽബിജൻസിയൻ പാഷണ്ഡതയെ പരാജയപ്പെടുത്തുവാൻ തൻ്റെ പ്രസംഗങ്ങളേക്കാൾ ഭേദം ജപമാലയായിരിക്കുമെന്ന് വിശുദ്ധ ഡൊമിനിക്കിന് തോന്നി. മനിക്കേയരുടെ പിൻഗാമികളാണ് ആൽബിജൻസിയർ. അവർ സാധാരണ ജനങ്ങളെ വധിക്കുക പോലും ചെയ്തിരുന്നു. 1571 ഒക്ടോബറിൽ ലെപ്പാന്തോ കടലിടുക്കിൽ നടന്ന യുദ്ധത്തിൽ ഓസ്ത്രിയയിലെ ഡോം ജുവാൻ തുർക്കികളുടെ നാവികപ്പടയുമായി ഏറ്റുമുട്ടിയപ്പോൾ വിശുദ്ധ പിയൂസ് 5-ാമൻ മാർപ്പാപ്പയും ഭക്തജനങ്ങളും ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അവസാനം ക്രിസ്ത്യൻ സൈന്യം തുർക്കികളെ തോൽപ്പിക്കുകയും സഹസ്രക്കണക്കിന് ക്രിസ്ത്യാനികളെ മോചിപ്പിക്കുകയും ചെയ്തു. ഈ വിജയത്തിൻ്റെ വാർഷികം വിജയമാതാവിൻ്റെ തിരുനാളായി കൊണ്ടാടണമെന്ന് നിശ്ചയിച്ചു. 13-ാം ഗ്രിഗറിയോസ് മാർപ്പാപ്പ ആ തിരുനാളിനെ ജപമാല തിരുനാൾ എന്ന് നാമകരണം ചെയ്തു. 1716 ഹംഗറിയിലെ എവുജീൻ രാജകുമാരൻ വീണ്ടും തുർക്കികളെ പരാജയപ്പെടുത്തിയപ്പോൾ ജപമാല തിരുനാൾ സാർവത്രിക സഭയിൽ കൊണ്ടാടാൻ നിശ്ചയിച്ചു. 13-ാം ലിയോ മാർപ്പാപ്പ ഒക്ടോബർ മാസം ജപമാല മാസമായി പ്രഖ്യാപിച്ചു. 2-ാം വത്തിക്കാൻ സുനഹദോസ് പഠിപ്പിക്കുന്നു, നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ പ്രബോധനാധികാരം അംഗീകരിച്ചിട്ടുള്ള ഭക്തമുറകൾ ഈ സുനഹദോസ് വിലമതിക്കുന്നു. 1974 ഫെബ്രുവരി 2-ാം തീയതി മരിയൻ വണക്കം എന്ന ശൈഹിക പ്രബോധനത്തിൽ 6-ാം പൗലോസ് മാർപ്പാപ്പ ജപമാല ഭക്തിയുടെ പ്രാധാന്യം ഊന്നി പറഞ്ഞിരുന്നു. വിശുദ്ധ ലൂയി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദിനംപ്രതി ജപമാല ചൊല്ലുന്നവർ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. ഈ പ്രസ്താവന എൻ്റെ രക്തം കൊണ്ട് തന്നെ എഴുതി ഒപ്പിടാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള പ്രാർത്ഥനയാണ് ജപമാലയെങ്കിലും അത് ആന്തരാർത്ഥത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രാർത്ഥനയാണ്. ഗഹനമായ സുവിശേഷ സന്ദേശം അതിൻ്റെ ഘടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. സുവിശേഷ സന്ദേശത്തിൻ്റെ ഒരു സാരാംശംഗ്രഹമായി അതിനെ വിശേഷിപ്പിക്കാം. മറിയത്തിൻ്റെ കന്യകാ ഉദരത്തിൽ ആരംഭിച്ച രക്ഷാകര മനുഷ്യാവതാര കർമ്മത്തിന് അവൾ നൽകുന്ന പ്രാർത്ഥനയാകുന്ന പ്രതികരണത്തിൻ്റെ പ്രതിധ്വനിയാണിത്. ജപമാലയിലൂടെ ക്രൈസ്തവർ മറിയത്തിൻ്റെ ശിഷ്യസമൂഹത്തിൽ ഇരിക്കുകയും ക്രിസ്തുവിൻ്റെ തിരുമുഖത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ധ്യാനാലീനരാകുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴം അനുഭവിക്കുന്നതിന് പ്രാപ്തരാക്കപ്പെടുകയും ചെയ്യുന്നു. ജപമാല പ്രാർത്ഥനയിലൂടെ വിശ്വാസികൾ ദിവ്യരക്ഷകൻ്റെ അമ്മയുടെ കരങ്ങളിൽ നിന്നു തന്നെ സമൃദ്ധമായ വരപ്രസാദം സ്വീകരിക്കുന്നു. വിചിന്തനം: ഒരു പാപിയെ അഭിമുഖീകരിക്കുന്നതിന് മുൻപ് ജപമാല ചൊല്ലാൻ എനിക്ക് സമയം ലഭിക്കുകയാണ് എങ്കിൽ ആ പാപി മാനസാന്തരപ്പെടാതിരുന്നതായി ഞാൻ കണ്ടിട്ടില്ല.